ഈസ്റ്റർ ആയിട്ട് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. നമ്മള് ക്രിസ്മസ്, ഓണമൊക്കെ ഓരോ പ്രശ്നങ്ങളൊന്നും നമ്മളുടെ പ്ലാനിങ് എല്ലാം പൊളിഞ്ഞു അല്ലേ. ഈ ഈസ്റ്റർ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഈ ഈസ്റ്ററിന് നമുക്ക് കുറെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് കൊടുക്കാം. ആഹാരം കഴിക്കാൻ ടൗണിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒത്തിരിയും പേർക്ക് അന്നത്തെ ദിവസം ആഹാരം കഴിക്കാൻ പറ്റാത്തവർ കാണുമല്ലോ, അങ്ങനെയുള്ളവർക്ക് കൊടുക്കാം. ഒരു 10-25 പൊതി, എന്നെ കൊണ്ട് പറ്റുന്ന അത്രയൊക്കെ പറ്റും. കൊച്ചിനെ കൊണ്ട് രാവിലെ കുഞ്ഞ് എണീക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 25 പൊതി അല്ലെങ്കിൽ ഒരു 30 പൊതി, കുറഞ്ഞത് 25 പൊതിയെങ്കിലും ഉണ്ടാക്കാം. എല്ലാ കറിയും വെച്ച് മീനും മുട്ടയും ചമ്മന്തി അടിപൊളി സെറ്റ്, നല്ല അടിപൊളി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പാവം കൊടുക്കാം. ടൗണിൽ പോയിട്ട് കൊടുക്കാം. നിങ്ങളെ കൊണ്ട് കൊടുപ്പിക്കാം. ഞാൻ ആലോചിച്ചിട്ടുണ്ടോ, നമുക്ക് കുറെ പൈസ ഉണ്ടായിരുന്നു, എല്ലാവരും സഹായിക്കായിരുന്നു അല്ലേ. പക്ഷെ നമ്മളെ ഒരു കാര്യം അറിയിക്കാം, നമുക്ക് ഒത്തിരി പൈസ ഉണ്ടായിട്ട് എല്ലാവരെയും സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. നമുക്കിപ്പോൾ ഉള്ള പൈസയും നമുക്ക് ഒരു ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കണം, പാവങ്ങൾക്ക് വേണ്ടി എല്ലാം കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പണക്കാരാവട്ടെ മറ്റുള്ളവരെ സഹായിക്കാം എന്നല്ല, നമുക്കുള്ള പൈസയിൽ നിന്ന് ഒരു വീതം പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് മാറ്റി വെക്കണം. അത്രയും മതി. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഈസ്റ്ററിന് ആഘോഷിക്കുന്ന 10,000-10,000 രൂപയൊക്കെ എത്രയോ പേര് അടിച്ചു പൊളിച്ചു കളയും. നമുക്ക് അതിന്റെ ഒരു അംശം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ടോ? അല്ല, മുഖം കണ്ടപ്പോഴേക്കരുത്. അപ്പൊ അതിലൊരു അംശം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാവങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പൊ സെറ്റ്, നിങ്ങളും കൂടെ നിൽക്കണം, കൊച്ചിനെ നോക്കണം. നമുക്ക് ഇന്നേ എല്ലാം ചെയ്തു നോക്കാം. തേങ്ങയൊക്കെ തിരുമ്മി വെക്കാം, നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇപ്പൊ സമയം 6:45-7 മണിയാവാറായേ. നമ്മുടെ പരിപാടി ഒരുമാതിരി എല്ലാം ഒതുങ്ങി. നമുക്ക് ഇന്നാണ് പൊതിച്ചോറ് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ച ദിവസം. അപ്പം ഒരു 10-30 പൊതി കൊടുക്കണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ വെച്ചു. ചോറ് വേവാറായിട്ടുണ്ട്, അരി അടപ്പിട്ട് ചോറൊക്കെ വേവാറായി. 5 മണിക്ക് തന്നെ പരിപാടിയൊക്കെ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ചോറായി, പയറുതോരനായി, പിന്നെ മോരായി, പിന്നെ ഇന്നലെ തന്നെ വൈകിട്ട് അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ തിരിഞ്ഞ് വെച്ചു, ചമ്മന്തി അരയ്ക്കണം, മുട്ട എടുത്തിട്ട് മുട്ട പൊരിക്കണം. ഇനിയും ജോലി കിടക്കുക. അപ്പോൾ 9 മണിക്ക് കുഞ്ഞൊരു 9 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പൊതിച്ചോറ് കെട്ടി വെക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ പൊതിച്ചോറ് കെട്ടി കൊണ്ടൊക്കെ കൊടുക്കുന്നത്. മറ്റുള്ളവർ കൈ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടൊക്കെ കൊടുക്കുന്നത് ആദ്യമായിട്ട്. പിന്നെ ഇത് വീഡിയോ ആക്കാൻ കാരണമുണ്ട്. ഇപ്പം നമ്മളിത് ചെയ്യുന്ന കാലത്ത് വേറൊരാൾക്ക് ഇതുപോലെ ചെയ്യണം, എനിക്കൊരു 10 പൊതി കെട്ടിയിട്ട് ആർക്കെങ്കിലും ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കൊണ്ട് കൊടുക്കണം, എന്തൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യട്ടണേ. ചോറെല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ കൊണ്ടു കൊടുക്കാനായിട്ട് പോവാണ്. നമ്മുടെ വെള്ളം റെഡി. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന പുനലൂർ ടൗണിലാണ് കേട്ടോ. അവിടെ നമുക്കിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന പാവ അപ്പച്ചമാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. സത്യത്തിൽ കേരളം ഒരുപാട് മാറിപ്പോയി കേട്ടോ. ഞങ്ങൾ ഏതാണ്ട് പുനലൂര് ഇങ്ങനെ ടൗൺ കഴിഞ്ഞിട്ട് തെമ്മല ആ റൂട്ടിലോട്ട് പോകണേ. അവിടെ നിന്ന് ഇങ്ങി വരെ വന്നിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചവരുമാണ്. പിന്നെ അങ്ങനെ ഫുഡ് കിട്ടാത്ത ആരുമില്ല. ഓൾറെഡി 12-1 മണിയായപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചവരും ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ കടവാതിലൊക്കെ കിടക്കുന്ന അപ്പച്ചമാരൊക്കെ അങ്ങനെയൊന്നും ആരും ഇല്ല ഇപ്പോൾ. ഒരു പക്ഷേ സന്തോഷത്തോടെ പറയാല്ലേ, അങ്ങനെയൊന്നും ആൾക്കാരൊന്നും വിശന്ന് കിടക്കുന്ന ആൾക്കാരൊന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇല്ല എന്നുള്ള സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാലും ഞങ്ങൾ കണ്ടെത്തി അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഇത് എത്തിക്കും, അത് ഉറപ്പാണ്. അങ്ങനെ ഞങ്ങൾ കുറേ പൊതിച്ചോറൊക്കെ കൊടുത്ത് ഇങ്ങനെ വരുമ്പോഴാണ് വഴിയിലൂടെ ഒരു അപ്പച്ചൻ പോകുന്നുണ്ട്. ഞാൻ ആദ്യത്തെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ആദ്യം ഞാൻ അപ്പച്ചനോട് പോയി ചോദിച്ചു, അപ്പച്ചൻ എന്തോ കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്നത്തെ ദിവസം ഞാൻ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എനിക്ക് അപ്പച്ചൻ്റെ കണ്ണങ്ങ് നിറയുമായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പച്ചനെ ഒരു പൊതിച്ചോറ് തരട്ടേന്ന്. അപ്പോൾ അന്നേരം പറയുന്ന നിമിഷം തന്നെ അപ്പച്ചൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം നിറയും. എന്നെ ദൈവമാണോ കൊണ്ടെത്തിച്ചത്, ഞങ്ങൾക്ക് വിശന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരുമായിരുന്നു. അന്നേരം ഞാൻ ചോദിച്ചു അപ്പച്ചൻ്റെ വീട്ടിൽ ആരുണ്ടെന്നേ. അപ്പോൾ പറഞ്ഞു എൻ്റെ വീട്ടിലൊരു അനിയനുണ്ട്. ഞാൻ പറഞ്ഞ അനിയനോട് ഒരു പൊതിച്ചോറ് തരട്ടെ. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷേ ആ അപ്പച്ചൻ്റെ പ്രാർത്ഥന, ആ പേര് വെയിലത്ത് നിന്ന് എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുമായിരുന്നേ. എനിക്കറിയത്തില്ല, ഇത്രയും പൊതിച്ചോറ് കൊടുത്തതിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. ആ അപ്പച്ചൻ്റെ പ്രാർത്ഥന ഒന്ന് കേൾക്കണമായിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഗ്രഹിച്ചുള്ള പ്രാർത്ഥനയായിരുന്നേ. ഭയങ്കര സന്തോഷം തോന്നി.
സക്സസ് ആയിരുന്നു. നമ്മൾ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എല്ലാവർക്കും ഉച്ചയൂണ് കൊടുക്കാനായിട്ട് സാധിച്ച്. കൈയില്ലാത്തവർക്കും കാലില്ലാത്തവർക്കും അങ്ങനെ എന്തോ സന്തോഷവും സങ്കടവും എല്ലാം തോന്നിയൊരു നിമിഷമായിരുന്നു. എന്നാൽ ഇനി ഇതുപോലെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇനിയും ശ്രമിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുടെ വരുന്നവരെ ബൈ ബൈ.